അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ വൻ ശക്തികൾ തങ്ങളുടെ കളി തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഇതുവരെ കണ്ടത് അതിർത്തികളിൽ തോക്കുകളും മിസൈലുകളുമായിട്ട് സൈന്യം യുദ്ധം ചെയ്യുന്നതാണ്. എന്നാൽ ഒരു രാജ്യത്തെ വിഴുങ്ങാൻ, അവിടുത്തെ ഇലക്ഷൻ അട്ടിമറിക്കാൻ തോക്കുകൾക്ക് മുന്നേ ഡിജിറ്റൽ ബോട്ടുകളും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൈബർ വെപ്പൺസും ഒക്കെയായിട്ട് ഒരു രാജ്യം അധിനിവേശം നടത്തിയാലും. അതെ, നമ്മൾ സംസാരിക്കുന്നത് ദക്ഷിണ കോക്കസ് രാജ്യമായ അർമേനിയയെ കുറിച്ചാണ്. അർമേനിയ അടുത്ത യുക്രൈൻ ആകാൻ പോവുകയാണ്. ഈ ചോദ്യം ഇപ്പോൾ ലോകമെമ്പാടും വലിയ ചർച്ചയായിരിക്കുകയാണ്. റഷ്യൻ ഭരണകൂട തലവൻ വ്ളാഡിമിർ പുടിൻ നൽകിയ കടുത്ത മുന്നറിയിപ്പും വരാനിരിക്കുന്ന നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അർമേനിയയിൽ ഇപ്പോൾ പുകയുന്ന ഭീകരമായ ഡിജിറ്റൽ പോരാട്ടവും പശ്ചിമേഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഈ ഭൂപ്രദേശത്തെ മറ്റൊരു യുദ്ധഭൂമിയാക്കുമോ എന്ന ഭീതിയിലാണ് ആഗോള സമൂഹം. ഇത് മാത്രമല്ല, ഈ ഡിജിറ്റൽ യുദ്ധത്തിൽ ഹോളിവുഡ് വെബ് സീരീസ് ആയ ദ ഓഫീസിലെ പ്രശസ്ത നടന്മാരെ വരെ റഷ്യൻ ബോട്ടുകൾ കരുവാക്കിയെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് അർമേനിയയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പുടിന്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. കാര്യങ്ങൾ കൈവിട്ടു പോയത് വളരെ പെട്ടെന്നാണ്. ചരിത്രപരമായ റഷ്യയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു അർമേനിയ. റഷ്യയുടെ നേതൃത്വത്തിലുള്ള CSTO കളക്ടീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷൻ സൈനിക സഖ്യത്തിൽ അംഗവുമാണ് അവർ. എന്നാൽ അടുത്തിടെ അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പാഷിന്യാൻ റഷ്യൻ അനുകൂല നിലപാടുകളിൽ നിന്ന് മാറി പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു അവിടുത്തെ യെറവാനിൽ നടന്ന ചരിത്രപരമായ EU അർമേനിയ സമ്മിറ്റ്. ഏകദേശം 2.5 ബില്യൺ യൂറോയുടെ കണക്ടിവിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണ് യൂറോപ്യൻ യൂണിയൻ അർമേനിയയിൽ പ്രഖ്യാപിച്ചത്. ഇത് മോസ്കോയെ, പ്രത്യേകിച്ച് പുടിനെ ചൊടിപ്പിച്ചു. മോസ്കോയിൽ നടന്ന വിക്ടറി ഡേ സമ്മിറ്റിൽ നിന്ന് അർമേനിയൻ നേതൃത്വം വിട്ടുനിന്നതോടെ പുടിൻ തന്റെ കളി പുറത്തെടുത്തു. ക്രെംലിനിൽ നിന്ന് പുടിൻ നൽകിയ മുന്നറിയിപ്പ് കേവലം ഒരു നയതന്ത്ര പ്രതികരണമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. പുടിൻ പറഞ്ഞത് ഇതാണ്: അർമേനിയയ്ക്ക് വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ചേരാം, അതിനെ റഷ്യ ബഹുമാനിക്കുന്നു. അതിനെ പുടിൻ വിശേഷിപ്പിച്ചത് സിവിലൈസ്ഡ് സെപ്പറേഷൻ അഥവാ മാന്യമായ വേർപിരിയൽ എന്നാണ്. പക്ഷേ ഇതിനൊരു കടുത്ത അന്ത്യശാസനവും പുടിൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അർമേനിയൻ ജനത യൂറോപ്യൻ യൂണിയനിൽ ചേരണമോ അതോ റഷ്യയുടെ നേതൃത്വത്തിലുള്ള യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനിൽ EAEU-ൽ തുടരണമോ എന്ന് തീരുമാനിക്കാൻ ഒരു റെഫറൻഡം അഥവാ പൊതുജനാഭിപ്രായ വോട്ടെടുപ്പ് നടത്തണം. റഷ്യൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അലക്സി ഓവച്ചുക്കും ഇത് ആവർത്തിച്ചു. നിങ്ങൾ ഒരേ സമയം EU-വിലും EAEU-വിലും അംഗമാകാൻ കഴിയില്ല. അർമേനിയ ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ടി വരും. കേൾക്കുമ്പോൾ ജനാധിപത്യപരമായ നിർദ്ദേശം എന്ന് തോന്നാം, പക്ഷേ ഇതിന്റെ പിന്നിൽ വലിയൊരു സാമ്പത്തിക സൈനിക ഭീഷണിയുണ്ട്. അർമേനിയയുടെ $29 ബില്യൺ വരുന്ന സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും റഷ്യൻ ഊർജ്ജത്തെയും അതുപോലെ വ്യാപാരത്തെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. റഷ്യ ഈ സാമ്പത്തിക ലൈഫ് ലൈൻ കട്ട് ചെയ്താൽ അർമേനിയ തകരും. പണ്ട് യുക്രൈൻ യൂറോപ്യൻ യൂണിയനിലേക്ക് തിരിഞ്ഞപ്പോൾ ഉണ്ടായ വിനാശങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പുടിൻ ഈ ഭീഷണി മുഴക്കിയത്. പക്ഷേ ഭൗതികമായ ഒരു സൈനിക നീക്കത്തിന് മുൻപായി അർമേനിയയുടെ രാഷ്ട്രീയ സുസ്ഥിരത തകർക്കാനുള്ള ഒരു ഭീകരമായ ഹൈബ്രിഡ് വാർഫെയർ അഥവാ ഡിജിറ്റൽ അധിനിവേശം റഷ്യ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അർമേനിയയിൽ വരാനിരിക്കുന്ന ജൂൺ 7-ലെ നിർണായകമായ പാർലമെന്ററി തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടാണ് ഈ ഒരു നീക്കം. പ്രമുഖ ഇൻവെസ്റ്റിഗേറ്റീവ് മാധ്യമമായ ഏജൻസ് വോ നുവോത്സ്വി പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുപ്പിന് കൃത്യം 243 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, അതായത് മാർച്ച് മാസം മുതൽ റഷ്യൻ അനുകൂല ബോട്ട് നെറ്റ്വർക്കുകൾ വൻതോതിലുള്ള ഓൺലൈൻ വ്യാജ പ്രചാരണങ്ങളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇത്രയും മാസങ്ങൾക്ക് മുൻപേ മോസ്കോ ഇത്തരം ഒരു സൈനിക ശൈലിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. നിലവിൽ 20-ലധികം അത്യാധുനിക രീതിയിലുള്ള വ്യാജ വീഡിയോകളും 100 കണക്കിന് അക്കൗണ്ടുകളുമാണ് അർമേനിയൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാമോ? ഒന്ന്, ദി ഓഫീസ് എന്ന് പറയുന്ന സീരീസിലെ താരങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിഹത്യയാണ്. സാധാരണയായിട്ട് രാഷ്ട്രീയക്കാരെ തകർക്കാൻ അഴിമതി ആരോപണങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി പാഷിന്യാനെതിരെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അക്രമം തിരിച്ചുവിട്ടു. റഷ്യൻ ഡിജിറ്റൽ ബോട്ടുകൾ വൻതോതിൽ പണം നൽകി പ്രശസ്ത ഹോളിവുഡ് സീരീസ് ആയ ദി ഓഫീസിലെ അഭിനേതാക്കളായ ഡേവിഡ് കോഗ്ന, ആന്റി ബക്ലി, മെലോറ ഹാർഡിൻ, കേറ്റ് ഫ്ലാനറി എന്നിവരെ കൊണ്ട് കാമിയോ ആപ്പ് വഴി വീഡിയോകൾ ചെയ്യിപ്പിച്ചു. ഈ വീഡിയോകളിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വോയിസ് സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ച് അർമേനിയൻ ജനതയോട് പാഷിന്യാന് വോട്ട് ചെയ്യരുത് എന്ന് ഇവർ ആവശ്യപ്പെടുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. ഇനി രണ്ടാമതായിട്ട് പാഷിന്യാന്റെ കുടുംബത്തെ ലക്ഷ്യമിട്ടുള്ള വ്യാജ വാർത്തകളാണ്. പ്രധാനമന്ത്രിയുടെ മൂത്ത മകൾ മറിയം പാഷിന്യാൻ വലിയൊരു അഴിമതി നടത്തി $80 മില്യൺ തട്ടിയെടുത്തു എന്ന രീതിയിൽ വ്യാജ വെബ്സൈറ്റുകൾ വഴി വാർത്തകൾ നിർമ്മിച്ച് അത് റഷ്യ ന്യൂസ് പോലുള്ള X അക്കൗണ്ടുകൾ വഴി വൻതോതിൽ ട്രെൻഡിംഗ് ആക്കി മാറ്റി. പ്രധാനമന്ത്രിയുടെ മുൻ ഭാര്യ അന്ന ഹക്യൂബിനെതിരെയും സമാനമായ
ഗുരുതരമായ വ്യാജ സ്റ്റോറീസ് ഇറക്കി. എന്നാൽ പാഷിന്യാന്റെ ഓഫീസും പ്രാദേശിക മാധ്യമങ്ങളും ഈ വാർത്തകളെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വ്യക്തിഹത്യയ്ക്ക് പുറമെ അർമേനിയൻ ജനതയ്ക്കിടയിൽ കടുത്ത യുദ്ധഭീതി വളർത്താനും ഈ വ്യാജ ശൃംഖല ശ്രമിക്കുന്നുണ്ട്. നിലവിലെ സർക്കാർ റഷ്യയുമായി ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുകയാണ് എന്ന തരത്തിലുള്ള കള്ളക്കഥകളാണ് ഇവർ നിർമ്മിച്ചെടുക്കുന്നത്. മാർച്ച് 6-ന് ഇറങ്ങിയ ആദ്യ വീഡിയോ പ്രശസ്ത തിങ്ക് ടാങ്ക് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി സ്റ്റഡി ഓഫ് വാറിന്റെ റിപ്പോർട്ട് എന്ന രീതിയിൽ വ്യാജമായി നിർമ്മിച്ചതായിരുന്നു. അതിൽ പറഞ്ഞത് ഇത്തവണത്തെ ഇലക്ഷനിൽ പാഷിന്യാൻ ജയിച്ചാൽ റഷ്യയും അർമേനിയയും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്നാണ്. അർമേനിയൻ ജനതയുടെ ഉള്ളിൽ ഭയം ജനിപ്പിച്ച് വോട്ട് മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. മാത്രമല്ല ഫ്രഞ്ച് പത്രങ്ങളായ ലിബറേഷൻ, ഓസ്റ്റ് ഫ്രാൻസ് എന്നിവയുടെ വ്യാജ കവർ പേജുകൾ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. പാഷിന്യാനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ ഒരു രഹസ്യ കരാറുണ്ട് എന്നും ഇലക്ഷനിൽ ഫ്രാൻസ് പാഷിന്യാനെ സഹായിക്കുന്നതിന് പകരമായിട്ട് അർമേനിയ റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്നുമാണ് ഈ വ്യാജ കവറുകൾ അവകാശപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ മെയ് 11-ന് ഇറങ്ങിയ വീഡിയോയിൽ പറയുന്നത് നേറ്റോ സൈനിക നിർദ്ദേശകൻ ഇതിനകം തന്നെ അർമേനിയയിൽ എത്തിക്കഴിഞ്ഞുവെന്നും ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ റഷ്യക്കെതിരെ പ്രകോപനമുണ്ടാക്കുമെന്നുമാണ്. ഓൺലൈൻ ബെറ്റിംഗ് പ്ലാറ്റ്ഫോമായ പോളി മാർക്കറ്റിൽ അർമേനിയ റഷ്യ യുദ്ധത്തെക്കുറിച്ച് ആളുകൾ പന്തയം വെക്കുന്നു എന്ന രീതിയിലും വ്യാജ പോസ്റ്റുകൾ ബോട്ട് നെറ്റ്വർക്കുകൾ വൻതോതിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരേ തരത്തിലുള്ള വാർത്താ ഘടനകളും ഒരേ അക്കൗണ്ടുകളിൽ നിന്നുള്ള തുടർച്ചയായ പോസ്റ്റുകളും പരിശോധിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഇത് റഷ്യൻ സ്റ്റേറ്റ് ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന വലിയൊരു ബോട്ട് ശൃംഖലയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ദശകങ്ങളായി റഷ്യയുടെ തണലിൽ കഴിഞ്ഞിരുന്ന അർമേനിയ എന്തിനാണ് ഇപ്പോൾ റഷ്യയെ പിണക്കിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അടുക്കുന്നത് എന്നുള്ളത്. ഇതിനു പിന്നിൽ വലിയൊരു ചരിത്രപരമായ വഞ്ചനയുടെ കഥയുണ്ട്. അയൽരാജ്യമായ അസർബൈജാനുമായിട്ട് ദീർഘകാലമായി നിലനിന്നിരുന്ന നഗോർണോ കറാബാക്ക് അതിർത്തി തർക്കത്തിൽ അർമേനിയയെ പൂർണ്ണമായും സഹായിക്കാമെന്നായിരുന്നു റഷ്യയുടെ വാഗ്ദാനം. എന്നാൽ കുറച്ചു കഴിഞ്ഞ് വർഷങ്ങളായി ഉണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളിൽ അസർബൈജാൻ അർമേനിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും അവിടുത്തെ ലക്ഷക്കണക്കിന് അർമേനിയൻ വംശജരെ വംശീയമായി ഉന്മൂലനം ചെയ്യുകയും ചെയ്തപ്പോൾ റഷ്യൻ സമാധാന സൈന്യവും പുടിനും നിഷ്ക്രിയരായി നോക്കി നിന്നു. തങ്ങൾ ഏറ്റവും പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ റഷ്യ കൈവിട്ടു എന്ന കടുത്ത നിരാശയും ചിന്തയുമാണ് സ്വന്തം പരമാധികാരവും സുരക്ഷയും നിലനിർത്താനായിട്ട് യൂറോപ്യൻ യൂണിയനിലേക്കും അമേരിക്കയിലേക്കും തിരിയാൻ അർമേനിയയെ പ്രേരിപ്പിച്ചത്. എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ അതിർത്തിക്ക് അരികിൽ നേറ്റോ സഖ്യത്തിന് താവളമൊരുക്കാനുള്ള പാശ്ചാത്യ ഗൂഢാലോചനയാണ്. ജോർജിയയിലും യുക്രൈനിലും സംഭവിച്ചതുപോലെ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ അമേരിക്ക പിടിമുറുക്കുന്നത് തടയാൻ റഷ്യ ഏതറ്റം വരെയും പോകും. അതുകൊണ്ടാണ് ഡിജിറ്റൽ ലോകത്തെ ഈ വ്യാജ പ്രചരണങ്ങൾ കേവലം ഓൺലൈൻ ട്രോളുകളല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ ശാരീരിക അധിനിവേശത്തിന്റെയോ അല്ലെങ്കിൽ ഭരണകൂട അട്ടിമറിയുടെയോ പ്രാരംഭ ഘട്ടമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചെറിയ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ വലിയ ശക്തികൾ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ ആഗോള ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ സാധിച്ചാൽ അത് ആ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അർമേനിയയിൽ ജൂൺ 7-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പ് കേവലം ഒരു ആഭ്യന്തര വോട്ടെടുപ്പല്ല, മറിച്ച് റഷ്യൻ താൽപര്യങ്ങളും പാശ്ചാത്യ ജനാധിപത്യ ബോധവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ്. പുടിന്റെ കടുത്ത മുന്നറിയിപ്പുകൾ വെറും ഭീഷണിയായി അവഗണിക്കാൻ അർമേനിയയ്ക്ക് കഴിയില്ല. കാരണം യുക്രൈന്റെ ലൈവ് അനുഭവം അവരുടെ മുന്നിലുണ്ട്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ കേവലമായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് റഷ്യയെ പൂർണ്ണമായി പിണക്കുന്നത് അർമേനിയയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിട്ടേക്കാം. വരും ദിവസങ്ങളിൽ ഈ ഡിജിറ്റൽ യുദ്ധം അതിർത്തികളിലെ യഥാർത്ഥ യുദ്ധമായി മാറുമോ അതോ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചെറിയ രാജ്യങ്ങൾക്ക് വലിയ ശക്തികളുടെ നിഴലിൽ ജീവിക്കുമ്പോൾ തങ്ങളുടെ തനതായ വിദേശ നയം രൂപീകരിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന അർമേനിയൻ പ്രതിസന്ധി ഒരിക്കൽ കൂടി അടിവരയിടുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.